ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് എനിക്ക് ഫ്രീ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്ന് പുറത്ത് പോകാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് വോക്ക് ആവാമെന്ന് വിചാരിച്ചതാണ്. റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ വേറെ എവിടെയല്ല, നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റ് വരെയാണ് നടക്കാൻ ഇറങ്ങുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഈ നടത്തം എനിക്ക് നല്ലതാവുമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒത്തിരി ദൂരമൊന്നും നടക്കണ്ട, ഇവിടെ അടുത്ത് എവിടെയിലേക്കൊന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിവിടെ ഈ വീട്ടിലോട്ട് മാറിയിട്ട് ഞാൻ ഈ വീട് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴെങ്കിലും ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബേബിനോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു ഉച്ചയൊക്കെ ആയിരിക്കുന്നു, ഉച്ച നല്ല സമയം. ഇപ്പോൾ സമയം ഏകദേശം അറൗണ്ട് ഒരു 6:37 ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിലോട്ടുള്ള സ്ട്രീറ്റിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ വെറുതെ ഒന്ന് നടന്നു നോക്കാം, എന്തെങ്കിലും പുതുതായിട്ട് കാണാനുണ്ടെങ്കിലോ. നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഈവനിങ് ആയിട്ടും ഭയങ്കര വെയിലാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ സീസണൊക്കെ ആയിട്ട് നല്ല മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണുണ്ടോ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഈ സമയം ഒരു 6 മണിയാകുമ്പോഴത്തേനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ അമ്മ പറയും എൻ്റെ അനിയനോട്, വേഗം വന്ന് കയറടാ വീട്ടിലേക്ക്, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് വേഗം വായുമെന്ന്. പക്ഷെ ഇവിടുന്ന് ആളുകളൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയായാലും കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വിടും. അതായത് അവർക്ക് ഒരു ഫ്രീ ടൈമാണിത്. അവർ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കൊന്നുമില്ല. അവർക്ക് തോന്നുമ്പോൾ കയറാൻ, തോന്നുമ്പോൾ പോകും, ആ ഒരു ലെവലാണ്. കാരണം ഞാൻ പലപ്പോഴും 10 മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും പിള്ളേർ പുറത്തുനിന്ന് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു മരത്തിൽ നിറയെ ഈ മൽബറി. അപ്പോൾ മൽബറി കണ്ടപ്പോൾ പറിക്കാമെന്ന് വെച്ച് അങ്ങനെ കുറേ നടന്ന് തന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചില്ലേ ഇത് ശരിക്കും ഒരു മാർബിൾ കടയാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, നമ്മുടെ നാട്ടിലേക്കുള്ള മാർബിൾ, ആ ഒരു സെറ്റപ്പാണ് എൻ്റെ മൈൻഡിൽ. കുറേ വണ്ടികളുണ്ട്, മാർബിളുണ്ട്. അപ്പോൾ ഇതൊരു മാർബിളിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ടൈൽ അങ്ങനത്തെ ഇതായിരിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലായത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സെമിട്രിയാണ്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ നാട്ടിലെ സെമിട്രി ഇങ്ങനെയൊന്നും അല്ല. ഞാൻ പലവട്ടം പല സെമിട്രിയിലും പോയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ആളുകളുടെ ഫോട്ടോയും പിന്നെ എന്താ പറയുക, ആളുകളുടെ രൂപങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കണം കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട മാർബിൾ ഷോപ്പില്ലേ, അത് ഇതിന് വേണ്ട സാധനങ്ങളാണ്. അതായത് ഈ സെമിട്രിയിലോട്ട് കൊടുക്കുന്ന മാർബിൾസാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് വീടുകളിലോട്ടൊക്കെ ഉള്ളതായിരിക്കുന്നു. എന്ത് രസമല്ലേ കാണാൻ. ഞാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നോട് മെമ്പിയും കുറേ വട്ടം പറഞ്ഞു വീഡിയോസ് ഒന്നും എടുക്കല്ലേ എന്ന്. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല, ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു സെമിട്രി കാണുക എന്നുള്ളത്. കാരണം അതായത് മരിച്ച ആളുകളുടെ രൂപങ്ങളൊക്കെ അവരെ ഉണ്ടാക്കിയിട്ട് ആ സെമിട്രിയിൽ ആരാണോ മരിച്ച അവരെ പുള്ളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് അത് കണ്ടിട്ട് ഇത് ഇറങ്ങി അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇത് കണ്ടോ, നല്ല ചെറിയുടെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമ്മർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രഷായിട്ട് പറിച്ച് കഴിക്കാം. നമ്മൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് എന്തായാലും ഒരു 1000-1500 രൂപക്കാർ പറയും. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേയൊക്കെ പറിച്ചു. മേബിന് എന്നോട് പല വട്ടം പറഞ്ഞു, നീ പറിക്കരുത്, ആളുകൾ കണ്ടാൽ ചീത്ത പറയുന്നു. പിന്നെ നമ്മളിങ്ങനെ പല സ്ട്രീറ്റിൽ കൂടെ അലിഞ്ഞ് തിരിഞ്ഞ് നടന്നതാ ഒടുക്കം നമ്മുടെ സ്ട്രീറ്റിൽ തന്നെ എത്തി. അപ്പോൾ നമ്മളിനി വിചാരിച്ചു ഇനി നടക്കണ്ട, ഇനി റൂമിലോട്ട് പോകാമെന്നുള്ള ഒരു മൈൻഡിൽ നമ്മളിതാ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ലീവുള്ള ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.